നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, കൺസൾട്ടന്റ് ENT സർജൻ, കൊച്ചി. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിനെ പറ്റിയാണ്. മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത് മൂക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന നടുക്കുള്ള എല്ലിൻ്റെ ഒരു ഭാഗമാണ് മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത്. എല്ല് മാത്രമല്ല, കാർട്ടിലേജുമുണ്ട്. രണ്ടും കൂടിയാണ് ഈ എല്ല് ഡിവിഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അതിനാണ് സാധാരണയായിട്ട് നമ്മൾ മൂക്കിൻ്റെ പാലം എന്ന് പറയുന്നത്. എല്ലാവരും മൂക്കിൻ്റെ പാലത്തിന് ചെറിയ ചെറിയ ഡീവിയേഷൻസ്, വളവുകൾ കാണും. ഒരു മതിൽ പോലെ, ഭിത്തി പോലെ ഉണ്ടാകുന്ന വളരെ കുറച്ച് ആളുകളുടെ കാണും. ഏകദേശം 80%, 90% ആളുകളുടെ മൂക്കിൻ്റെ പാലത്തിൽ ചെറിയ ചെറിയ വളവുകൾ കാണും. ഇതുകൊണ്ട് നമ്മുടെ മൂക്കിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. വളവിൻ്റെ തോത് കൂടുന്തോറും സിംറ്റംസ് ഉണ്ടാകാൻ തുടങ്ങും. മൂക്ക് ഇതിൽ കൂടെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. മൂക്കടപ്പുണ്ടാകും. ഇതുപോലെ തന്നെ മൂക്കിൻ്റെ ചുറ്റുമുള്ള സൈനസുകൾ, അതിലേക്കുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കി മൂക്കിനകത്ത് സൈനസൈറ്റിസ് വരാൻ സാധ്യതകളുണ്ടാകും. മൂക്കിനകത്തുണ്ടാകുന്ന ദശകൾ വരാൻ സാധ്യതകളുണ്ടാകും. ഇതിന് ചികിത്സയായിട്ട് എന്താണ് ചെയ്യുന്നത്? മൂക്കിൻ്റെ പാലം എല്ലും കാർട്ടിലേജും കൊണ്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മൂക്കിലുള്ള മരുന്നുകൾ കൊണ്ടോ, മൂക്കിനകത്ത് അടിക്കുന്ന സ്പ്രേ കൊണ്ടോ, ടാബ്ലറ്റ് കൊണ്ടോ നമുക്ക് നേരെയാക്കാൻ പറ്റാറില്ല. വളരെയധികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വളരെയധികം മൂക്കിന് തടസ്സം ഉണ്ടാകുന്നുണ്ട്, മണം കിട്ടുന്നില്ല, സൈനസൈറ്റിസ് വരുന്നു, കൂർക്കം വലി വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ മൂക്കിൻ്റെ പാലം ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കാണ് ചെയ്യേണ്ടത്. മൂക്കിൻ്റെ അകത്തൂടെ ചെറിയൊരു മുറിവിട്ട് ഈ എല്ലും കാർട്ടിലേജും നേരെയാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, മൂക്കടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്യുക. വളരെ ചെറിയത് പലപ്പോഴും ആണെങ്കിൽ വെറുതെ യാദർശികമായിട്ട് മൂക്കിനകത്ത് നോക്കിയിട്ട് മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ട്, അങ്ങനെയുള്ള ആളുകൾ അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂക്കിനകത്ത് സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം, മൂക്കടപ്പ്, കൂർക്കം വലി, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, സൈനസൈറ്റിസ് ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഈ പാലം ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കുക.